നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ സീരിയയിൽ ലാസിയോയും എസ് റോമയും തമ്മിൽ നടന്ന മത്സരം 2-0 റോമ വിജയിച്ചു. പക്ഷേ ആ കളിയിൽ പൗലോ ഡിബാല മാറ്റിയോ ഗുൻഡോസിക്ക് നേരെ 5, ആരാധകർക്ക് നേരെ, ലാസിയോയുടെ ആരാധകർക്ക് നേരെ ഇങ്ങനെ 5 എന്നെടുത്തെടുത്ത് കാണിക്കുന്നുണ്ട് പലവട്ടം. എന്താണ് ഇതിനർത്ഥം എന്നുള്ളത് ആരാധകർ ഈ ചികഞ്ഞു നോക്കുന്നൊരു സമയമാണ്. അതിൻ്റെ വിശദ വിവരങ്ങൾ ഇറ്റാലിയൻ മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട്. ഹൗ ഡിബാല ട്രോൾഡ് ലാസിയോ ആൻഡ് ഗുൻഡോസി ഇൻ റോം ഡെർബി എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയം ഇപ്പോൾ ഫുട്ബോൾ ഇറ്റാലിയൊക്കെ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. സംഭവം അക്കോർഡിംഗ് ടു ഡെയ്സൺ, ഇദ്ദേഹം ഈ 5 ഫിംഗർ ഇങ്ങനെ കാണിക്കുന്നത് അദ്ദേഹം നേടിയിട്ടുള്ള സീരിയ കിരീടങ്ങളുടെ എണ്ണമാണ്. യുവൻ്റസിൽ നിൽക്കുമ്പോൾ അദ്ദേഹം പലവട്ടം സീരിയയിൽ മുത്തമിട്ടതാണല്ലോ. അതാണ് അർജൻറ്റീൻ താരം ഈ കാണിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഇറ്റാലിയൻ മാധ്യമങ്ങൾ പറഞ്ഞത്. അത് കാണിക്കാൻ പല കാരണങ്ങളുമുണ്ട്. നമുക്കറിയാം, ഗുൻഡോസിയും ഡിബാലയും തമ്മിലുള്ള പ്രശ്നങ്ങൾ അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയൊന്നുമല്ല. നേരത്തെ തന്നെ ഈ 2 ടീമുകൾ തമ്മിൽ സീരിയയിൽ ഏറ്റുമുട്ടുന്ന ഘട്ടത്തിൽ അദ്ദേഹം ഇവർ തമ്മിൽ പ്രശ്നമുണ്ടായപ്പോൾ ഡിബാല തൻ്റെ ഷിൻഗാർഡ് എടുത്ത് കാണിച്ചത് ഓർമ്മയുണ്ടല്ലോ. ഷിൻഗാർഡിൽ അർജൻറ്റീനക്കൊപ്പം വേൾഡ് കപ്പിൽ മുത്തമിട്ടതായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ ലോക ചാമ്പ്യനാടാ എന്നാണ് ഡിബാല ഇവിടെ കാണിക്കുന്നത്. ഇപ്പോൾ ഡിബാല വീണ്ടും അത് തന്നെ ആവർത്തിക്കുകയാണ്. ലോക ചാമ്പ്യൻ എന്നുള്ളത് മാത്രമല്ല, 5 കിരീടങ്ങൾ താൻ സീരിയയിൽ നേടിയിട്ടുണ്ട് എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ്. അർജൻറ്റീന താരം ഇത് ലാസിയോയുടെ ആരാധകർക്ക് നേരെ കളിക്കളം വിട്ടുപോകുന്ന സമയത്ത്, അദ്ദേഹം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്ന സമയത്ത് അത് കാണിക്കുകയുണ്ടായി. ഈ സെയിം കാര്യങ്ങൾ അദ്ദേഹം പിച്ചിൽ വെച്ച് ഗുൻഡോസിക്ക് നേരെ കാണിക്കേണ്ട ഒരു ആർഗ്യുമെൻ്റ് ഉണ്ടാകുന്ന സമയത്ത് കാണിക്കുകയുണ്ടായി. ഇവർ തമ്മിലുള്ള പ്രശ്നം നേരത്തെ ഉള്ളതാണ്, അതിപ്പോഴും തുടർന്നു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ഇതിലിപ്പം കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു വരുന്നത് എങ്ങനെയാണ്. ഡൈബാലാസ് ജസ്റ്റ് റെഫേർഡ് ടു ദി നമ്പർ ഓഫ് സീരിയ ടൈറ്റിൽസ് he won in his career, all with യുവൻ്റസ്. യുവൻ്റസിനൊപ്പമാണ് അദ്ദേഹം ഈ 5 കിരീടങ്ങളും നേടിയിട്ടുള്ളത്. സോ അത് നേടിയതാണ് ഈ കാണിക്കുന്നത്. പിന്നെ നമുക്കറിയാമല്ലോ, 2022 ഗുൻഡോസിയുടെ ഫ്രാൻസിനെതിരെയാണ് അർജൻറ്റീനക്കാരൻ പൗലോ ഡിബാല, അർജൻറ്റീനക്കാരനായിട്ടുള്ള പൗലോ ഡിബാല ടീമിലുണ്ടായിരുന്നല്ലോ. സോ ഗുൻഡോസിയുടെ ഫ്രാൻസിനെതിരെയാണ് അന്ന് കിരീടം ചൂടിയത് എന്നുള്ളത് കൊണ്ടാണ് ആ ഷിൻഗാർഡ് എടുത്ത് ഇങ്ങനെ കാണിച്ചത്. ഇത് ഇനിയും തുടരും എന്നർത്ഥം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവരാം.